السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وآله وصحبه أجمعين. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വിശേഷണങ്ങൾ നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയാണ് അബ്ദുൽ മുത്തലിബ്. ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പോപ്പുലറും സർവാദരണീയ വ്യക്തിത്വവുമായിരുന്നു അബ്ദുൽ മുത്തലിബ്. പരിശുദ്ധ കഅബ പരിപാലിക്കുക, കഅബ സന്ദർശിക്കുന്നവർക്ക് സംസം വെള്ളം കൊടുക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു അബ്ദുൽ മുത്തലിബ് ജീവിച്ചിരുന്നത്. 16 മക്കളാണ് അബ്ദുൽ മുത്തലിബിന്. 10 ആൺമക്കളും 6 പെൺമക്കളുമായിട്ട് 16 മക്കളുള്ള വലിയ കുടുംബമാണ് അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഈ 10 ആൺമക്കളിൽ നബിയുടെ പിതാവായ അബ്ദുള്ളയുണ്ട്, അബൂലഹബ് ഉണ്ട്, ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്, അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരടങ്ങുന്ന അബൂ ത്വാലിബ് ഉൾപ്പെടെ 10 മക്കൾ, പ്രമുഖരായ 10 മക്കൾ, ആൺമക്കൾ ഈ അബ്ദുൽ മുത്തലിബിനുണ്ട്. ഇക്കൂട്ടത്തില് ഈ അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായി മാറിയത്. ഈ അബ്ദുള്ള എന്നവർക്ക് കല്യാണപ്രായമായപ്പോ ആ കല്യാണപ്രായമായ സമയത്ത് അബ്ദുൽ മുത്തലിബും മകൻ അബ്ദുള്ളയും കൂടി ഇങ്ങനെ നടക്കുകയാണ്. എവിടെങ്കിലും പറ്റിയാൽ ഒരു വിവാഹം ഉറപ്പിക്കണം എന്ന ഉദ്ദേശത്തിലാണ് പോകുന്നത്. ആ പോകുന്ന സമയത്താണ് ഫാത്തിമ എന്ന ഗ്രന്ഥങ്ങൾ പഠിച്ച ജ്യോതിഷയായ ഒരു പെണ്ണ് അബ്ദുള്ളയെ കണ്ടുമുട്ടുന്നത്. അപ്പൊ അബ്ദുള്ളയെ കണ്ടുമുട്ടിയപ്പോ ഈ പെണ്ണ് പറയാണ് അബ്ദുള്ളയോട്, അബ്ദുള്ള പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് റളിയല്ലാഹു അൻഹു, അവരോട് പറയാണ്, നിങ്ങൾ എന്നെ ബന്ധപ്പെട്ടാൽ 100 ഒട്ടകം ഞാൻ തരാം, നിങ്ങൾ ഇന്നൊന്ന് ബന്ധപ്പെട്ടാൽ മതി എന്ന്. അപ്പോ അബ്ദുള്ള പറഞ്ഞു, ഞങ്ങൾ ഉന്നത തറവാട്ടിലുള്ളവരാണ്, അന്തസ്സിലും അഭിമാനത്തിലും ജീവിക്കുന്നവരാണ്, ഞങ്ങളത് ചെയ്യൂല എന്ന് അബ്ദുള്ള എന്നവര് പറഞ്ഞു. അതിനിടയിൽ വിവാഹം നടക്കുകയാണ്. അബ്ദുള്ള എന്നവരെ അബ്ദുമനാഫിന്റെ മകൻ വഹബിന്റെ മകൾ ആമിന ബീവിയുമായിട്ട് വിവാഹം നടക്കുകയാണ്. അതും വലിയ കുടുംബാൻ. അബ്ദുമനാഫ് നബിയുടെ ഉപ്പാപ്പമാരിൽ വരുന്ന ആളാ. അപ്പൊ അബ്ദുമനാഫിന്റെ മകൻ വഹബിന്റെ മകൾ ആമിനയുമായിട്ട് റളിയല്ലാഹു അൻഹ, അവരുമായിട്ട് ഈ നബിയുടെ പിതാവായ അബ്ദുള്ളയും വിവാഹം നടക്കുകയാണ്. അബ്ദുള്ള ആമിന ആ വിവാഹം നടന്ന് 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞു. ശാരീരിക ബന്ധങ്ങളൊക്കെ നടന്ന് പിന്നീട് ഒരിക്കൽ ഈ നമ്മുടെ അബ്ദുള്ള എന്നവരിങ്ങനെ നടന്നു പോകുമ്പോ പഴയ ഫാത്തിമ വീണ്ടും കണ്ട്. ഏത് പഴയ ഫാത്തിമ? അന്ന് 100 ഒട്ടകം ഓഫർ ചെയ്ത പഴയ ഫാത്തിമ കണ്ടപ്പോ അബ്ദുള്ളാനെ വിളിച്ചിട്ട് പറഞ്ഞു, ലസ്തു ബി സാഹിബത്തി റീബത്തിൻ, നീ വിചാരിച്ചമാരുള്ള പെണ്ണൊന്നുമല്ല, ഞാൻ വേശ്യൊന്നുമല്ല, ഞാൻ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ആളെ ലക്ഷണം നോക്കി വിലയിരുത്താൻ പറ്റും. റഅയ്തു ഫീ വജ്ഹിക നൂറ, അന്ന് ഞാൻ നിന്റെ മുഖത്ത് ഒരു പ്രകാശം കണ്ടിരുന്നു. ആ പ്രകാശം എന്നിലേക്കാക്കാൻ, അത് എന്നിലേക്ക് ആവാഹിച്ചെടുക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഞാൻ ആ സംസാരിച്ചത്. ഇപ്പൊ അത് കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അബ്ദുള്ള എന്നവര് പറഞ്ഞു, എന്റെ വിവാഹം കഴിഞ്ഞു 3 നാൾ പിന്നിട്ടിരിക്കുന്നു എന്ന്. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉജ്ജ്വലമായ പ്രകാശം ആരിലുണ്ടായിരുന്നു? അബ്ദുള്ളയിൽ ഉണ്ടായിരുന്നു. ആ പ്രകാശമാണ് മുഖത്തേക്ക് നോക്കിയിട്ട് ഈ പെണ്ണ് വിലയിരുത്തിയത്. ആമിന ബീവിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു. ശാരീരിക ബന്ധങ്ങൾ നടന്നപ്പോൾ അത് മുഴുവൻ ആമിന ബീവിയിലേക്ക് പകർന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ അവിടെ ഒട്ടാകെ പ്രചരണമുണ്ട്. അന്ത്യപ്രവാചകനായിട്ട് മുൻ വേദഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട
പ്രവാചകന്റെ സമയമാണിത്, ആ പ്രവാചകൻ വരാൻ അടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അന്നത്തെ പുരോഹിതന്മാര് മുഖേന നാടൊട്ടാകെ പരന്നിരിക്കുകയാണ്. മുൻ ഗ്രന്ഥങ്ങളിൽ നബിയുടെ പേര് ഉണ്ടായത് കൊണ്ട് തന്നെ പലരും മക്കൾക്ക് മുഹമ്മദ് മുഹമ്മദ് എന്ന് പേര് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ഈ മുൻ വേദഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തപ്പെട്ട മുഹമ്മദ് എന്ന അന്ത്യപ്രവാചകൻ എന്റെ മോനാകട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് എല്ലാവരും ആ കുട്ടിക്ക് ആ പേര് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കുമായിരുന്നു ഓവർ പ്രതീക്ഷ ഉണ്ടായിരുന്നത്, ഞങ്ങളിലാണ് അന്ത്യപ്രവാചകൻ വരിക എന്നത്. പക്ഷേ അല്ലാഹു തആല ഖുറൈശികളിലാക്കിയതാണ് പിന്നീട് അവർക്കുണ്ടായ വിദ്വേഷത്തിനും വൈരാഗ്യത്തിനൊക്കെ കാരണം. ഹാഫിദ് ഓതിയില്ലേ, അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു, എവിടെയാണ് റിസാലത്ത് വെക്കേണ്ടത്, എവിടെയാണ് നുബുവത്ത് സ്ഥാപിക്കേണ്ടത് എന്നത് റബ്ബിനറിയാം. അപ്പൊ എവിടെ നിന്നാണ് ഈ പ്രവാചകനെ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് അള്ളാഹുവിനറിയാം എന്ന് പടച്ച റബ്ബ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അറബികളിൽ നിന്ന് വന്നത് കൊണ്ടാണ് അവരുടെ ദേഷ്യത്തിനും വൈരാഗ്യത്തിനും ഒക്കെ കാരണമുണ്ടായത്. യഹൂദിയത്തായ ഒരു പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം മുക്കിയ ആട്ടിറച്ചി കൊണ്ടിരിക്കുകയാണ്. നബിയുണ്ട്, 1-2 സ്വഹാബത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് കഴിച്ചു, സഹാബത്തും അത് കഴിച്ചു. സ്വഹാബികളിൽപ്പെട്ട ഒരാൾ അപ്പോൾ തന്നെ മരണപ്പെട്ടു. വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. നബി അവളെ വിളിച്ചു ചോദിച്ചു, നീ എന്തിനാ ഈ പണി ചെയ്തത്? അപ്പൊ പറഞ്ഞു, നീ പ്രവാചകനാണെങ്കിൽ നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല, പ്രവാചകനല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വസ്ഥായിട്ട് കഴിയാലോ, ഇവിടെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് അവള് പറഞ്ഞത്. പ്രവാചകനാണെങ്കിൽ വിഷം തന്നാൽ ഒന്നും സംഭവിക്കാനില്ല, പ്രവാചകനല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെക്കാൻ പറ്റൂല, നിങ്ങൾ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ നിങ്ങളെ പുതിയ ദീനേറ്റ് വരികയാണ്. ആ രൂപത്തിൽ വലിയ പകയിലായിരുന്നു അവരുണ്ടായിരുന്നത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുലമഹിമയാണ് അബ്ദുൽ മുത്തലിബിന്റെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞത്. ഈ അബ്ദുൽ മുത്തലിബ് കഅബയുടെ പരിസരത്ത് എപ്പോഴും ഉണ്ടാകും. അപ്പൊ ഈ കഅബയുടെ പരിസരത്ത് അദ്ദേഹത്തിന് നല്ലൊരു തുണി വിരിച്ചു കൊടുക്കും മക്കൾ ഇരിക്കാൻ വേണ്ടി. ഈ തുണിക്ക് ചുറ്റും മക്കളൊക്കെ വന്നിരിക്കും, ബാപ്പാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വിചാരിച്ച്. അപ്പൊ ചെറിയ കുട്ടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിട്ട് ആ വിരിപ്പിൽ പോയിരിക്കും. അപ്പൊ വിരിപ്പിൽ പോയിരിക്കുമ്പോ മക്കളെല്ലാരും കൂടി ഇത് ബാപ്പാന്റെ വിരിപ്പാണ് എന്ന് പറഞ്ഞ് വലിച്ച് മാറ്റുമ്പോ അബ്ദുൽ മുത്തലിബ് കയറി വന്ന് അപ്പൊ പറഞ്ഞു, ദഊബിനി, എന്റെ കുട്ടി ഞങ്ങളൊന്നും ചെയ്യല്ലേ. മക്കളോട് പറയാ, കുട്ടി എന്ന പേരക്കുട്ടി, എന്റെ കുട്ടിയൊന്നും ചെയ്യല്ലേ. ഫഇന്നലഹു മുൽക്കൻ അളീമ, അവനക്ക് ഭാവിയിൽ വലിയൊരു അധികാരം വരാൻ പോകുന്നുണ്ട്. മക്കളൊക്കെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോ അബ്ദുൽ മുത്തലിബ് ആദ്യം റസൂലിന് വാരി കൊടുത്തതിന്റെ ശേഷേ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുള്ളൂ. അത് കാരണം കുറഞ്ഞ ഭക്ഷണം അവർക്കെല്ലാവരും കഴിച്ചാലും ബാക്കി ഉണ്ടാവാറുണ്ട് എന്നും ചരിത്രം പറയുകയാണ്. ഈ രൂപത്തിൽ അബ്ദുൽ മുത്തലിബ് എന്ന വെല്ലിപ്പ വളരെ ആദരവോടെയും പരിഗണനയോടുമാണ് കുട്ടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയത്. ഗർഭിണിയായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടു. പിതാവാരാ? അബ്ദുള്ള എന്നവർ മരണപ്പെട്ടു. 6ാമത്തെ വയസ്സായപ്പോഴേക്കും ഉമ്മ ആമിന ബീവിയും മരണപ്പെട്ട് അമ്മാവന്മാരുടെ അടുത്ത് തിരിച്ചു വരുന്ന സന്ദർഭത്തിലാണ് ഉമ്മ മരണപ്പെട്ടത്. അതിന് കാരണവും പറയുന്നുണ്ട്. ഉമ്മാനും ബാപ്പാനും ചെറുപ്പത്തിൽ തന്നെ കൊണ്ടുപോയത് പ്രബോധന മേഖലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് പോകുമ്പോ ഏറ്റവും കടപ്പാടുള്ള ആളുകൾ അവിടെ ജീവിച്ചുകൂടാ. മനസ്സിലായോ? കാരണം ഈ ടീം വന്നിട്ട് അബൂ ത്വാലിബിനോട് പറഞ്ഞിട്ടുണ്ട്, അബൂ ത്വാലിബ് അന്റെ കുട്ടിനൊന്ന് അടക്കി നിർത്ത്, നമ്മളുടെ കാലങ്ങളായി ആരാധിച്ചിരുന്ന ദൈവങ്ങളെയാണ് ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത്, നിന്റെ കുട്ടിനെ അടക്കിയിരുത്ത്, നിന്റെ കുട്ടി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നും ചെയ്യാത്തത് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അബൂ ത്വാലിബിന്റെ അടുത്ത് വന്നിട്ട് ഈ ഖുറൈശികൾ വന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നബിക്ക് ഏറ്റവും കടപ്പാടുള്ള അബ്ദുള്ള, ആമിന എന്നവരവിടെ ജീവിച്ചാൽ ഇവരാരടുത്ത് വരും? ഉപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് വരൂലേ? ഉപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് കുട്ടിയെ തടുത്തു നിർത്താൻ വേണ്ടി അതിശക്തമായ സമ്മർദ്ദം ഉപയോഗിക്കൂലേ?
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കടപ്പാടുള്ള രണ്ടാളുകൾ ഇവിടെ ജീവിച്ചുകൂടാ എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് അല്ലാഹു തആല നേരത്തെ തന്നെ സമ്പൂർണ്ണ യത്തീമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയത്. അലം യജിദിക യതീമൻ ഫആവ എന്നത് വിശദീകരിച്ച് മുഫസ്സിരീങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് അങ്ങനെ ഈ രൂപത്തിലാണ് അബ്ദുൽ മുത്തലിബ് വളർത്തിയത്. ഈ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന് അങ്ങനെ അബ്ബാസ് തങ്ങളോട് വന്നിട്ട് ചോദിച്ചു, അന്ത അക്ബറു അം റസൂലുള്ള, നിങ്ങളാണോ മൂത്തത് അല്ല റസൂലുള്ളയാണോ മൂത്തത്? അബ്ബാസ് റളിയല്ലാഹു എളാപ്പേന്, അബ്ദുള്ളയുടെ അനിയനാണ്. അപ്പൊ ചോദിക്കുന്നത്, നിങ്ങളാണോ മൂത്തത് റസൂലുള്ളയാണോ മൂത്തത്? അപ്പൊ അബ്ബാസ് റളിയല്ലാഹു പറയാണ്, റസൂലുള്ളാഹി അക്ബറു വഅന ഉലിത്തു ഖബലഹു, മൂത്തത് നബിയാണ്, പക്ഷെ ആദ്യം പെറ്റത് ഇന്നേന്. പറയാൻ പേടി, മൂത്തത് ഞാനാണ് എന്ന് ആർക്ക് പറയാൻ പേടി? അബ്ബാസ് റളിയല്ലാഹുവിന് പേടി. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു പറയാണ്, മൂത്തത് നബിയാണ്, ആദ്യം പെറ്റത് എന്നേന് എന്ന്. അപ്പൊ അങ്ങനെ ആദരവിലായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ അബ്ദുൽ മുത്തലിബും തന്റെ മക്കളായ നബിയുടെ എളാപ്പമാരും മൂത്താപ്പമാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് നടന്നത്. കുട്ടിക്കാലം ഇങ്ങനെയൊക്കെയായിരുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.